ദേ ആദ്യം ഇത് പിടിക്ക്. ഓ, പച്ചക്കറിയും തേങ്ങയും മാങ്ങയൊക്കെയാണോ? ഞാനോർത്തില്ല പഴംപൊരിയാണെന്ന്. അതിന്റെ കൊതി ഇതുവരെ തീർന്നില്ലേടി? അച്ഛൻ ഒരു ദിവസം വരുമ്പോ 100 എണ്ണം വാങ്ങിക്കൊണ്ടുവാ, അപ്പൊ തീരും. പഴംപൊരിയോ അതോ നിന്റെ കൊതിയോ അപ്പൊ തീരുന്നേ? രണ്ടും തീരും അച്ഛാ. എവിടെയാടി ബാക്കി ശത്രുക്കളൊക്കെ? ശത്രുക്കളോ? ആ, ഈ മുൻജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് ജനിക്കുന്നതെന്നാ. ആണോ അച്ഛാ? ആ, ഇതുവരെ പറയാറായിട്ടില്ല. ഞാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഈ നിറം മാറുന്നതെന്ന്. ഓ, ഞങ്ങളുടെ നിറമൊന്നും മാറില്ല അച്ഛാ. എടി നീ അടുക്കളയിൽ പോട്ടെ, എനിക്കൊരു ചായ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പിന്നെ ഈ രാത്രിയില്ല ചായ. നീ ജാനിക്കുട്ടി വിളിച്ചേ, ഇപ്പൊ സംഗതി ശരിയാക്കി തരാം. ജാനിക്കുട്ടി ചേച്ചി, ചേച്ചിയെ, ജാനി ചേച്ചി. അവൾ എവിടെ പോയതാ? ചപ്പാത്തി ഉണ്ടാക്കുക. ഇന്ന് ജാനിക്കുട്ടി ചേച്ചിയുടെ ഡിന്നർ അച്ഛാ. വലിയ ഹോട്ടലിലെ കുക്കിനെ പോലെ നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. വിളിച്ചോടി? അയ്യോ, ഞാൻ ജാനിക്കുട്ടി ചേച്ചിയെ വിളിച്ചത്, ചേച്ചിയമ്മയല്ല. നീ ഇവിടെ കിടന്ന് തൊള്ള കീർന്ന് കേട്ടപ്പോ ഞാൻ ഓർത്തു. എന്താ അച്ഛാ? എടി നീ ആ പാവം വിജയമ്മയുടെ കയ്യിൽ നിന്ന് അടുക്കള സാമ്രാജ്യം പിടിച്ചെടുത്തോ? ഒന്നുമില്ലാന്നേ, ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാ. അച്ഛാ, ഇന്നത്തെ പരീക്ഷണത്തിന്റെ പേര് ചപ്പാത്തി ഗോബി മഞ്ചൂരി. എന്റെ വയറിന്റെ കാര്യം ഗോപി ആവോടി ഇന്ന്? ഒന്നും പേടിക്കണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. ഇതെന്താ? തുറന്നു നോക്കടി. അച്ഛാ, എന്താ ഇതൊക്കെ? കണ്ടില്ലേ നീ എന്താന്ന്? അല്ല, ഇതിനു മുമ്പും ഈ പലഹാരങ്ങളൊക്കെ ചായക്കടലയാ. ഇനി മിണ്ടരുത്, തന്നതങ്ങ് കഴിച്ചാ മതി. ഞാനിതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നീ എവിടെയായിരുന്നു മോനെ? കഴിക്ക. ഇതൊക്കെ എത്ര നാളുണ്ടാവുമെന്ന് കാണണം. മാറുവണ്ണേ. നിന്റെ അമ്മയ്ക്ക് കണ്ണുകടിയത്തിൽ കൂടുതലുണ്ട്, നല്ലൊരു കണ്ണ് ഡോക്ടറെ കാണാൻ പറ. മോളെ, ഞാനൊന്ന് മേലെ കഴിയിട്ട് വരാം. അപ്പോഴേക്കും നിന്റെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിരിക്കണം. അതൊക്കെ എപ്പോഴേ റെഡി. അച്ഛനൊന്ന് വന്നാ മതി. ശരി. ചേച്ചി ചുമ്മാ വെയിറ്റ് ചെയ്യണ്ട, ഞാനായിരുന്നു ജാനിക്കുട്ടി ചേച്ചിയുടെ കൂടെ. ഇന്നലെ നീയായിരുന്നല്ലോ, ഇന്ന് നീയോ? അതെന്താടി അങ്ങനെ? ഒരു ന്യായം വേണ്ടേ? എന്താ ഇവിടെ വഴക്ക്? ഇന്നലെ ഇവളല്ലേ ചേച്ചിയുടെ കിടന്നേ, ഇന്ന് എന്റെ ഊഴല്ലേ? ഇവിടെ പറയാ ഇന്ന് ഇവൾക്ക് കിടക്കണോന്ന്. അതെന്താ അരുണിമ അങ്ങനെ? നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? അതൊക്കെ ഉണ്ട് ചേച്ചി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കാണോ അമ്പിളി ചേച്ചിക്കാണോ വെളുപ്പ് കൂടുതൽ? അതമ്പിളിക്കാം. ആണല്ലോ, ഞാൻ കറുത്തവളാണേ. അത്ര കറുത്തൊന്നുമല്ല. അതെന്തുകൊണ്ടാ? മിനിങ്ങാന്ന് ഞാൻ ഇതിനേക്കാളും കറുപ്പായിരുന്നു. ഇന്നലെ ജാനിക്കുട്ടി ചേച്ചിയിലൂടെ കിടന്നിട്ട് രാവിലെ എണീറ്റപ്പോ നല്ല മാറ്റം. ഇന്നും കൂടെ കിടന്നാ കുറെ കൂടെ എനിക്ക് നിറം കിട്ടും. ഞാൻ വെളുക്കണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? അതെങ്ങനെയാടി കൂടെ കിടക്കുമ്പോ വെളുക്കുന്നേ? അതോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് കവി പാടിയിട്ടില്ലേ? അതുപോലെ തന്നെ ഇതും. കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ കുറച്ച് കളറൊക്കെ മാറും. ശരി,
എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് കിടക്കാം. അപ്പൊ പിന്നെ വഴക്കില്ലല്ലോ. വേണ്ട വേണ്ട, അവക്ക് കൊടുത്തേക്ക്. എനിക്ക് നാളെ കിട്ടിയാലും മതി. എന്താടി മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? അമ്പിളി കിടക്ക്. എന്റെ വലതുവശത്ത് കിടന്നു. ഈ കുഞ്ഞു കണ്ടില്ലല്ലോ. എടി, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. വാ. ഗോവിന്ദേട്ടാ, ആ പിന്നെയുണ്ടല്ലോ, ഉണ്ട്, പറഞ്ഞോ. ഇന്ന് നമ്മുടെ സുഗുണയ്ക്കൊരു കല്യാണാലോചന വന്നു. ഒന്നേ ഒന്നുള്ളോ? ആ, ഒരു ബ്രോക്കറാ. സാധാരണ അങ്ങനെ അല്ലല്ലോ, 2ഉം 3ഉം ബ്രോക്കർമാരാണല്ലോ വരുന്നത്. ഈ ബ്രോക്കറെ വരുത്തിക്കലും കല്യാണാലോചനയിലും ഒക്കെ ആണല്ലോ അവരുടെ ഏറ്റവും വലിയ ഹോബി. ഇതങ്ങനെയല്ല ഗോവിന്ദേട്ടാ, ഇത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. പെണ്ണ് കാണൽ പോലും നടത്താതെയോ? അടുത്ത ആഴ്ച പെണ്ണ് കാണലിന് ചെറുക്കം വരുന്നുണ്ടത്രേ. വരട്ടെ, ബാക്കി കാര്യം അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. സുഗുണയുടെ കല്യാണം ഗോവിന്ദേട്ടൻ നടത്തി കൊടുക്കണമെന്നാ ചേച്ചി പറയുന്നത്. അതെന്ത് വർത്താനോ വിജയമേ? ഞാനാണോ സുഗുണയുടെ കല്യാണം നടത്തേണ്ടത്? അവളുടെ അച്ഛൻ വന്ന് നടത്തണം. അയാൾക്ക് ഭാര്യയും മക്കളും വേണ്ടല്ലോ, ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ നമ്മളല്ലേ ഉള്ളൂ. നമുക്കെന്ത് ബാധ്യത? നീ പറ. ഇനി നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ? നമുക്കിപ്പോ ജാനിക്കുട്ടിയും കൂടെ ചേർത്ത് 3 പെൺപിള്ളേര്, അവരുടെ കണ്ണു തെളിച്ചു വിടണ്ടേ? അക്കൂട്ടത്തിൽ സുഗുണയെ കൂടെ എഴുതി ചേർക്കണം. 4 പെൺമക്കളാന്ന് വിചാരിക്കണം. എന്താ? എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വിചാരിക്കാൻ. എടി, എന്താന്ന് വെച്ചാ ഇപ്പൊ സുഗുണയുടെ കല്യാണം ഞാനായിട്ട് നടത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണം. അത്രയും രൂപ ഞാൻ കടം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഈ വീട് പണയപ്പെടുത്തണം. ആ ബാധ്യത തീരണമെങ്കിൽ എത്ര വർഷം എടുക്കും? നീ പറ. ഒരു 2 വർഷം പോരെ? 2 വർഷോ? എടി, എനിക്ക് എത്ര വരുമാനം ഉണ്ടെന്നാ നിന്റെ വിചാരം? മാസം 1 ലക്ഷം രൂപ വെച്ചോ? അത്രയില്ലെങ്കിലും ഒരു 50,000 രൂപയൊക്കെ ഉണ്ടാവില്ലേ?